നമസ്കാരം. ഇന്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം ശ്രീ വി ഗോപാലകൃഷ്ണൻ IPS AIG റിട്ടയർഡ്. സ്വാഗതം സർ. വന്ദേ മാതരം. സർ, ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വീണ്ടും ഒരു ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുങ്ങുന്നു. അത് സാധ്യതകളാണ് പറയുന്നത്, ഒഫീഷ്യലി പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഇപ്പോൾ മോദി അമേരിക്കയ്ക്ക് പോവുകയാണ്, ന്യൂയോർക്കിൽ പോവുകയാണ്, UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴത്തെ ടേംസ് അത്ര നല്ലതല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു സന്ദർഭത്തിൽ തന്നെ മോദി ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ അമേരിക്കയിൽ എത്തുന്നു. അവിടെ ഇപ്പോൾ പട്ടികയിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സംസാരിക്കുന്ന പ്രാസംഗികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ നിലപാടുകൾ അവിടെ പറയും. അതുപോലെ തന്നെ ഒരു മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് കളം ഒരുങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ നിലപാടുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച്. അതായത് താരിഫ് വിഷയമുണ്ട്, അതുപോലെ തന്നെ അസീം മുനീറുമായിട്ടുള്ള അമേരിക്കയുടെ ഒരു കൂട്ടുകെട്ട്, അവിശുദ്ധ കൂട്ടുകെട്ട്, ഇതെല്ലാം തന്നെ അവിടെ നിലനിൽക്കുകയാണ്. എന്തായിരിക്കും ട്രംപും മോഡിയും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നെങ്കിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? താങ്കളുടെ നിരീക്ഷണത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ നമ്മുടെ ജിയോ പൊളിറ്റിക്സ് ഫ്ലൂയിഡ് ആണ് എപ്പോഴും, അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആണ്. എങ്ങോട്ട് വേണോ തിരിയാം, പോകാം. ഒരു കൊച്ചു കാര്യം മതി. അതുകൊണ്ട് നമുക്കത് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ ശത്രു നാളത്തെ നമ്മുടെ സ്വന്തം കക്ഷി, അല്ലെങ്കിൽ ശത്രുവിൻ്റെ ശത്രു, ചാണക്യം പറഞ്ഞ ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്, ജിയോ പൊളിറ്റിക്സ് നോക്കിയാൽ ചുറ്റിനും കാണുന്നത്. അസർബൈജാൻ നമ്മളുമായിട്ട് ഉടക്കാണ്, എന്നാൽ അസർബൈജാൻ ഇസ്രായേലിൻ്റെ സ്വന്തം കക്ഷിയാണ്. അപ്പം ഇങ്ങനെ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പം അർമേനിയക്ക് നമ്മൾ ഒരുപാട് വെപ്പൺസ് കൊടുക്കുന്നുണ്ട്, എന്നാൽ ടർക്കിയായിട്ട് നമ്മൾ ഒട്ടും ശരിയല്ല. എന്നാൽ ടർക്കിയും റഷ്യയും തമ്മിൽ അടുപ്പമാണ്. റഷ്യ നമ്മുടെ സ്വന്തം ആളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ജിയോ പൊളിറ്റിക്സ്. ഈ വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം രാത്രി അലാസ്കയിൽ വെച്ച് നടക്കാൻ പോകുന്ന ട്രംപ് പ്യൂട്ടിൻ മീറ്റിംഗ് ഭയങ്കര ഒരു ഫാർ റീച്ചിങ് എഫക്റ്റ് ഉള്ള ഒരു സംഗതിയാണ്. അപ്പോൾ ഈ മോഡിജി, ഞാൻ എൻ്റെ അനാലിസിസാണ് പറഞ്ഞത്, ഇങ്ങനെയൊന്നും വരണമെന്നില്ല. മോഡിജി UN അസംബ്ലിയിൽ പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ ട്രംപിനെ കാണുമോ എന്നൊക്കെ അല്ലേ നിങ്ങൾ സൂചിപ്പിച്ചത്. ഇങ്ങനെയാണ് പോകണമെങ്കിൽ ഇപ്പോൾ അസിം മുനീർ പറഞ്ഞിട്ടുണ്ട്, അസിം മുനീറിന് അഗൻസ്റ്റായിട്ട് എഫക്റ്റീവായിട്ട് വാൺ ചെയ്യുന്നു, അപലപിക്കുന്നു എന്നൊക്കെ അമേരിക്ക ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇറക്കിയില്ലെങ്കിൽ ട്രംപുമായിട്ടുള്ള മീറ്റിംഗ് നടക്കില്ല. കാരണം UN അസംബ്ലി, ജനറൽ അസംബ്ലി അമേരിക്കയിലാണ്. അവിടെ ഇന്ത്യക്ക് എപ്പോൾ ആണെങ്കിലും പോകാം, മോഡിജിക്ക് എപ്പോൾ ആണെങ്കിലും പോകാം എന്നും പറഞ്ഞ് ട്രംപിനെ കാണണമെന്നൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ ഈ വെള്ളിയാഴ്ചത്തെ ഇവർ തമ്മിലുള്ള മീറ്റിംഗ് ഓക്കെ ആണെങ്കിൽ ഉടനെ തന്നെ കരാർ ഒപ്പിടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പം ഇന്ത്യ അതിനകത്തൊരു മീഡിയേറ്ററായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പൊതുവെ ശരത്ത് പറഞ്ഞ അമേരിക്കയും USA നമ്മളും തമ്മിലുള്ള ആ ടെൻഷൻ അങ്ങ് പോവും, ആ അറ്റ്മോസ്ഫിയർ അങ്ങ് പോവും. അപ്പോൾ പിന്നെ അങ്ങേര് പ്രായത്തിന് മൂത്തതും പിന്നെ നമ്മുടെ ഒരു ചേട്ടനുമാണല്ലോ, എക്കോണമി വൈസും പവർ വൈസും എല്ലാം അമേരിക്ക. അപ്പം ഒരു പക്ഷേ മോഡിജി എന്തായിരുന്നാലും പിന്നെ നമ്മളെല്ലാം ഓക്കെ ആവാൻ പോവുകയാണ്, വേറെ ഒരു വാർ സിനോറിയൊന്നുമില്ല. അപ്പോൾ പിന്നെ ട്രംപിനെ ഒന്ന് കണ്ടുകളയാൻ എന്ന് ചിലപ്പോൾ മോഡിജി തീരുമാനിക്കും. പക്ഷെ അത് ഈ ചർച്ചയെ ബേസ് ചെയ്തിരിക്കും. അത് ഓക്കെ ആയിട്ട് ഒരു ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ്. അതല്ല ഭയങ്കര മുട്ടനുടക്ക് ആണ് ഇങ്ങനെ പോകണമെങ്കിൽ റഷ്യയുടെ നമുക്ക് ഓയിൽ വാങ്ങിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നില്ല ട്രംപിനെ മോഡിജി കാണാൻ ശ്രമിക്കുമെന്ന്. അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് നീക്കം വേണം. പക്ഷെ അങ്ങനെ ഒരു റീസൺ ഇപ്പോൾ ഇല്ല, ട്രംപിനെ കാണാൻ ഒരു റീസൺ ഇല്ല. മാത്രമല്ല ഒരുപക്ഷെ കണ്ടേനെ ഈ മറ്റേ ഫെയിൽഡ് മാർഷൽ അവിടെ പോയി
ഈ വൃത്തിയുടെ പിന്നെ പറഞ്ഞ് ഇൻറ്റിമിഡേഷൻ ഇന്ത്യക്കെതിരായിട്ട് ഇത് ഭീഷണി മുഴക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ശരത്ത് പറഞ്ഞ പോലെ ട്രംപിനെ ഒരു പക്ഷേ മോഡിജി ഒരു ബൊണോമി റിലേഷൻ അല്ലെങ്കിൽ ആ ബൊണോമി കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷെ കണ്ടേനെ. പക്ഷെ ഇയാളിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അമേരിക്ക ഒന്നും വേറെ ഒന്നും പറഞ്ഞിട്ടുമില്ല, ചുമ്മാ പണ്ടെങ്ങാണ്ട പെൻറ്റഗണിലിരുന്ന് ഒരുത്തനെ കൊണ്ട് റിട്ടയർ ചെയ്ത് അയാളെ കൊണ്ട് അത് ഇയാളുടെ ഇത് ക്യാൻസൽ ചെയ്യണം, പിന്നെ ഇവനെ പിടിക്കണം, ഇവനെ ഇനി അമേരിക്ക കയറ്റരുത് എന്നൊക്കെ പെൻറ്റഗണിലെ പഴയ ഉദ്യോഗസ്ഥൻ അയാളെ കൊണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഉള്ള പെൻറ്റഗണിലെ ഉദ്യോഗസ്ഥനെ കൊണ്ട് ട്രംപ് പറയട്ടെ ഇയാൾ മുനീർ ചെയ്തത് കുറച്ച് കടന്നു പോയെന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അമേരിക്കയ്ക്ക് പുനഃപരിശോധിക്കേണ്ടി വരും, നിങ്ങളെ അമേരിക്കയിലോട്ട് വിളിക്കണം, അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇന്ത്യ വിൽ ബി ഹാപ്പി. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ഈ അവരുടെ ഒരു ബ്ലാക്ക് ഹാൻഡ്സ്, കറുത്ത കരങ്ങൾ USA ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഇന്ത്യ വിശ്വസിച്ച നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? മോഡിജിയും ജയശങ്കർജിയും ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ആസ് സച്ച് ട്രംപിനെ കാണാൻ സാധ്യതയില്ല. നമ്മൾ ഈ ഒരു പ്രതിനിധി സഭ ഇവരൊക്കെ പോയതാണ്, ശശി തരൂർ അടക്കമുള്ളവർ പോയതാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ മഹാത്മ്യം പറയാൻ, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ നെറികേടുകളെ കുറിച്ച് പറയാനും US അടക്കം പ്രധാനമായിരുന്ന വേദിയായിരുന്നു US. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ നേരെ തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് അസീം മുനീർ അവിടെ എന്ത് പറയാനാണ്, ട്രംപിന്റെ പപ്പറ്റായിട്ട് അവിടെ മാറി ട്രംപിന് വേണ്ടി സമാധാനവാദി എന്ന് പറയുന്നു, നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് പറയുന്നു, അങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നു. അപ്പോൾ സിനാരിയോ മാറ്റേണ്ടത് ഇന്ത്യയുടെ ലക്ഷ്യമില്ല. അല്ലെങ്കിൽ ആ പോയത് നേരത്തെ പോയ സംഘം എല്ലാം തന്നെ പോയതൊക്കെ വെറുതെ ആയില്ലേ? അതുകൊണ്ട് തന്നെ മോദി അടക്കം നേരിട്ടെത്തി അമേരിക്കയുടെ എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ ആ ഒരു കലിപ്പ് ഇപ്പോൾ ട്രംപിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ വിദ്വേഷമൊക്കെ മാറ്റി ഒരു പഴയ സൗഹൃദത്തിലെത്താൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തിയേക്കില്ലേ? അല്ല, ശശി തരൂർ സാറിൻ്റെ അതിനോട് എനിക്ക് പിന്നെ ശരത്ത് ഒരു ഗ്രൂപ്പിൻ്റെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ആളായിരിക്കാം ശരത്ത്. പക്ഷെ ഞാൻ ഐ ബഗ് ടു ഡിഫർ വിത്ത് യു ആ കാര്യത്തിൽ. ശശി തരൂർ സാറിനും പിന്നെ നമ്മുടെ OICയും ഇവരെല്ലാം കൂടെ പോയല്ലോ. പക്ഷെ കതിരിൽ വളം കൊണ്ടുവച്ച് ശശി തരൂർ സാറിൻ്റെ കോമ്പറ്റൻസിന് നമുക്കാർക്കും സംശയമൊന്നുമില്ല. ഈവൻ ഈസ് ഫിറ്റ് ടു ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഈവൻ. അപ്പം അതിൽ നിന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ അത് വലിയ എഫക്റ്റ് ഉണ്ടായില്ല. അവരെ അവിടെ USA പോയി ഒരു ഇന്ത്യൻ എംബസിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പത്രസമ്മേളനം നടത്തിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ പത്രങ്ങളിലെല്ലാം അടിച്ച് വരണ്ടേ? നമ്മുടെ ഈ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി വളരെ പോറായിപ്പോയി. ഇപ്പോഴും ഞാൻ പറയും, ഈ അസീം മുനീർ ഇറങ്ങി ഈ വൃത്തിയോടൊക്കെ പറഞ്ഞിട്ട് ഈ പോക്കൃത്തനമൊക്കെ പറഞ്ഞിട്ട് അവന് കൊടുക്കേണ്ട ഒരു മറുപടി ആരെങ്കിലും കൊണ്ട് കൊടുപ്പിച്ചാൽ മതിയായിരുന്നു. അത് എന്താണ്, വാട്ട് ഈസ് ദ ഡിലേ? അപ്പം അങ്ങനെ ഒരു സംഗതിയുണ്ട്. അതുകൊണ്ട് ഐ ബഗ് ടു ഡിഫർ വിത്ത് യു. അവിടെ പോയിട്ട് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ഇന്ത്യക്ക്. ഇപ്പോഴും USA നോൺ ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരല്ലാത്ത പല വിദേശീയരും വിചാരിക്കണം പാകിസ്ഥാനാണ് ജയിച്ചതെന്ന്. അത് മാറിയിട്ടില്ല. അസീമിനോട് പറഞ്ഞ ആണവായുധങ്ങൾ ഇറക്കി ഇനി ഇന്ത്യ നേരിടും എന്നൊക്കെ. അല്ല, അയാൾ വല്ല ഡ്രഗ് കുത്തിവെച്ചിട്ട് വല്ലതും പറയണമായിരിക്കും. അപ്പോൾ അത് പിന്നെ അതുകൊണ്ട് മഞ്ഞുരുകലൊന്നും ആയിട്ടില്ല. മാത്രമല്ല ഇയാൾ വലിയ ടാരിഫൊക്കെ പ്രഖ്യാപിച്ച് അങ്ങനെ ടാരിഫ് പ്രഖ്യാപിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പോകുന്ന ഒരു ഇതില്ല നമ്മുടെ ഇവിടുത്തെ ഡീപ് സ്റ്റേറ്റിന്. അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. അത് ട്രംപിനെ കാണാനുള്ള സാധ്യത ഇല്ല. എന്താ പിന്നെ അതിൻ്റെ കൂടെ ചോദിച്ചെന്താ? ശശി തരൂർ പോയിട്ട് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്തു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഇടപെട്ട്, അതായത് വിജയമാണെന്ന് മോദി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രി തന്നെ അത് പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എഫക്റ്റീവ് ആകാത്തത് കൊണ്ട് മോദി തന്നെ നേരിട്ട് എത്തി അതിനകത്തൊരു ക്ലിയറൻസ് അല്ലെങ്കിൽ ക്ലിയർ ഇത് കൊടുക്കാൻ വേണ്ടിയാണോ പോകുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതാണ് ചോദിച്ചത്. അല്ല, അത് മോഡിജി അവിടെ പോയി പിന്നെ ഇനി ക്ലിയർ ചെയ്യാനൊന്നുമില്ല സിന്ദൂറിൻ്റെ ഇതിന്. ഇനി മോഡിജി പറഞ്ഞ് കഴിഞ്ഞാലും അത് എഫക്റ്റീവ് ആവില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർ പറയും അത് ശരി, ഇവന്മാർ തോറ്റെന്ന് പറഞ്ഞത് ശരിയാണ്, അതല്ലേ അദ്ദേഹം വന്ന് ഞങ്ങൾ ജയിച്ചതെന്ന് പറഞ്ഞാൽ അത് ഇനി ശരിയാവില്ല. അത് ആ ടൈം കഴിഞ്ഞുപോയി, അത് ചെയ്യേണ്ട ടൈം കഴിഞ്ഞുപോയി. ഇനി ഭാവിയിലുള്ള കാര്യങ്ങൾ
നമ്മൾ കുറച്ചുകൂടി ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. നമ്മുടെ ഫോറിൻ എംബസീസ്, ഇന്ത്യൻ എംബസീസ്, ഫോറിൻ അവരൊന്നും ചെയ്യുന്ന പണിയൊന്നും അത്ര പോരാ. നമുക്കൊരു നല്ല മിനിസ്റ്റർ, ജയശങ്കർജിയെ പോലുള്ള ഒരു മിനിസ്റ്റർ മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? ഒരു നല്ലൊരു DGP ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? താഴെയുള്ള SIയും പോലീസുകാരനും വിചാരിച്ചു കഴിഞ്ഞാൽ കുട്ടിച്ചോറാക്കാൻ പറ്റുമല്ലോ ഈ നല്ല DGPയുടെ പണി. അപ്പം അതേപോലെ അത് ഇനിയിപ്പോൾ മോഡിജി എന്ന് അതിനെപ്പറ്റി ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ മോഡിജി പറയേണ്ട ഒരു സംഗതി ചിലപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഇവിടെ പറയാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച രാവിലെ റെഡ് ഫോർട്ടിൽ നിന്ന് അസിം മുനീറിന് ചിലപ്പം നല്ല എണ്ണം കൊടുക്കും. അപ്പം അമേരിക്കയെ ഒന്നും പറയില്ല. അമേരിക്കയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അമേരിക്ക ഒന്നും പറയാൻ സാധ്യതയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞിട്ട് അടുത്ത ആഴ്ച അങ്ങോട്ട് കൊണ്ടേ, അപ്പം അത് പറയാൻ സാധ്യതയില്ല. മുനീറിന് നല്ലൊരു ബെഫിറ്റിംഗ് റിപ്ലൈ മോഡിജിയുടെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ നമ്മുടെ ചർച്ച പ്രധാനമാണ്. ചർച്ചയുടെ ഡയറക്ഷൻ എങ്ങോട്ട് പോകുന്നു അതനുസരിച്ചിരിക്കുക. ഫേവറബിളായിട്ടാണ് ചർച്ച വരണമെങ്കിൽ മോഡിജി കാണും. പിന്നെ ഈ സീസ് ഫയർ, ഉക്രൈനും റഷ്യയും തമ്മിൽ സീസ് ഫയറിലേക്കാണ് അത് ഇൻഡിക്കേഷൻ വരുന്നതെങ്കിൽ മോഡിജി അപ്പം നമ്മുടെ ഡിമാൻഡുകളിൽ ഇന്ത്യയും കൂടെ പരിഗണിക്കണം. അല്ല, ഏത് ഡിമാൻഡ്? അതായത് പുടിന്റെ ഒരു ഡിമാൻഡുകൾ ഇപ്പം ഈ ഒരു യുക്രൈൻ അത് ഡിമാൻഡല്ല, ഒരിക്കലും അത് ഡിമാൻഡായിട്ട് വെക്കാൻ ഒക്കില്ല. ബിക്കോസ് ഇന്ത്യ ഇസ് നോട്ട് എ അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ എനിക്ക് അമേരിക്ക അല്ലെങ്കിൽ ട്രംപിന്റെ ലക്ഷ്യം മീഡിയേറ്റർ ആയിട്ട് നിന്ന് അതിനകത്ത് വഴി പല കൂടുതൽ ലക്ഷ്യങ്ങളും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് അത് ഞാൻ സമ്മതിച്ചു. നോ, ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എസെൻഷ്യൽ, ക്വിൻറ്റെസെൻഷ്യൽ ഫോർ റഷ്യ എന്ന് പറയുന്ന ഡിമാൻഡ്. അത് മോഡിയെ പങ്കെടുപ്പിക്കണമെന്ന് പുടിന് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. അത് സജഷനാണ്, സജസ്റ്റ് ചെയ്യാം. അത് ചിലപ്പോൾ താരിഫിന്റെ കാര്യം വരുമ്പോഴത്തേക്കും റഷ്യ ബന്ധപ്പെടുന്ന കാര്യം, ഇന്ത്യ റഷ്യയും കൂടെ വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു കാര്യം പറയാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. ഓയിലിൻ്റെ കാര്യം മാത്രം നമുക്ക് റഷ്യയായിട്ട് ഓയിലിൻ്റെ താരിഫ് മാറിക്കിട്ടുന്നേ ഉള്ളൂ. അല്ലാതെ റഷ്യക്ക് അമേരിക്ക അടുത്ത് പറയാൻ പറ്റുമോ നിങ്ങൾ മറ്റേ കാര്യത്തിനൊക്കെ പിന്നെ ഗ്രീൻ കാർഡ് കാര്യത്തിൽ ചൈനക്കാർക്ക് 2 ആഴ്ച മതി, ഇന്ത്യക്കാർക്ക് 5 വർഷം, അതൊന്ന് മാറ്റി കൊടുക്കണം, അതുപോലുള്ള കാര്യങ്ങളൊന്നും പ്യൂട്ടിൻ പറയില്ല. പക്ഷേ ഈ ചർച്ച അനുകൂലമായിട്ടാണ് അല്ലെങ്കിൽ ഹാർബിംഗർ ഓഫ് എ സീസ് ഫയർ ആണെങ്കിൽ മോഡിജി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻ്റലിജൻസ് ഏജൻസി അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യും, മോഡിജിക്ക് റിപ്പോർട്ട് ചെയ്യും, നമ്മുടെ ഡീപ് സ്റ്റേറ്റിന് റിപ്പോർട്ട് ചെയ്യും. ഇത് ഒരു കരാർ ഒപ്പിടാൻ പോവുകയാണ് എന്നതാണ്. പക്ഷേ മീഡിയയിൽ നിന്ന് നമ്മളിപ്പോൾ കൊടുക്കണ്ട, വി വിൽ വെയിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് USA ആയിട്ട് മസിൽ പിടിക്കേണ്ട കാര്യമില്ല. പിന്നെ USAക്ക് ഇന്ത്യ ആയിട്ട് മസിൽ പിടിക്കേണ്ട കാര്യമില്ല. ഈ ചർച്ച വിജയമാകുമ്പോൾ അമേരിക്കയും ഇന്ത്യയും റഷ്യയും ആയിട്ട് കുറച്ചുകൂടെ അടുപ്പം വരും എന്ന് പറഞ്ഞാൽ ഇത് കണക്റ്റിംഗ് ആണ്. അമേരിക്കയ്ക്ക് അറിയാം റഷ്യ ഇന്ത്യയുടെ ഒരു വീക്ക്നെസ് ആണ്, തിരിച്ചും ഇന്ത്യക്ക് റഷ്യയും ഒരു വീക്ക്നെസ്. അപ്പം അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സംഗതി അമേരിക്ക ചെയ്യില്ല. പിന്നെ അമേരിക്കയ്ക്ക് നമ്മളുമായിട്ട് അടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചയാണ്, ചർച്ച വിജയിക്കുകയോ ഇല്ലയോ എന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം അറിയാം. സാറ് പറയുക പോലെ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക എങ്ങനെയായിരിക്കും ഇന്ത്യയെ കാണുന്നത്. അതായത് ഒരു റഷ്യ പോലെ നമുക്ക് വ്യത്യാസം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ റഷ്യ ട്രീറ്റ് ചെയ്യുന്ന രീതി, ഇന്ത്യയോട് കാണുന്ന രീതി, ഇപ്പോൾ ഒരു പ്രൈം ഒരു കൺട്രി ആയിട്ടാണോ ഇന്ത്യയെ കാണുന്നത്? ഇത് സ്വാഭാവികമായിട്ടൊരു ചോദ്യമാണ്. അതായത് ട്രംപിന്റെ പല രീതികളും നേരത്തെ പറയുന്നത് തന്നെ പുടിൻ്റെ അടുത്തും അല്ലെങ്കിൽ റഷ്യയുടെ അടുത്തും തീരുന്ന ഒന്ന് സൂക്ഷിച്ച് കളിക്കുകയും ഇന്ത്യയുടെ അടുത്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാണുന്ന പുറമേ നിന്ന് കാണുന്ന ആൾക്കാർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയാണോ ഇപ്പോൾ ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്? അല്ല, അത് നാച്ചുറലായിട്ട് നമ്മുടെ ഇടയിലും അങ്ങനെയാണല്ലോ. അത് ജനങ്ങളെ പിന്നെ പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. പീപ്പിളാണല്ലോ കൺട്രീസ് ആവുന്നത്. പിന്നെ ഇന്ത്യക്ക് റഷ്യയുടെ ലിവറേജ് ഇല്ല അമേരിക്കയുടെ പുറത്ത്. നമുക്ക് പവറില്ല. പവറുണ്ടോ ഒരു രാജ്യത്തിന്? പവറുണ്ടോ? നമ്മുടെ വ്യക്തികളുടെ പോലെ തന്നെയാണ്. പൈസയും പവറും ഒക്കെ ഉണ്ടെങ്കിൽ അവനെ എല്ലാവരും മാനിക്കും. അതേപോലെ ചൈന, റഷ്യ, USA ആയിട്ട് ഒരു നയതന്ത്ര ബന്ധം പോലും ഇല്ലായിരുന്ന സമയത്ത് അവർ ഹൈഡ്രജൻ ബോംബും അവർ ആറ്റം ബോംബും പൊട്ടിച്ച് ദേ ടൈറ്റൻഡ് ദെയർ ബെൽറ്റ്. പട്ടിണിയാണ്. പക്ഷെ അവർ മിലിറ്ററിലി പവർഫുൾ ആയപ്പോൾ പിന്നെ നിക്സൺ പോയി അവിടെ ചൈനയെ ഒതുക്കിയിട്ടിരുന്നാണ്, പോയി കൈ കൊടുത്തു. പിന്നെ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. അതേപോലെ ഇന്ത്യക്ക് പിന്നെ റഷ്യയുടെ അത്ര ലിവറേജ് ഇല്ല. പക്ഷേ ഇപ്പോൾ ഒരു ലിവറേജ് ഇന്ത്യക്ക് വീണ് കിട്ടിയിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്ത്യ ഇതുവരെ പുച്ഛത്തോടെയാണ് US കണ്ടെന്ന് വേണം പറയാൻ. 1945 തൊട്ട് പാകിസ്ഥാനെയാണ് മോളിക്കോഡിൽ ചെയ്ത് കൊഞ്ചിച്ച് മടിയിലിരുത്തി എല്ലാം കൊടുത്ത് ഇന്ത്യയെ സ്നബ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ദൈവമായിട്ട് നമുക്കൊരു അത് ഈ ജിയോ പൊളിറ്റിക്സ് ഫ്ലോയിഡാണെന്ന് പറയുന്നതിൻ്റെ ഒരു ബെസ്റ്റ് ഉദാഹരണമാണ്. ഇന്ത്യക്ക് ലെവറേജ് വന്നിട്ടുണ്ട് ഈ ആഫ്റ്റർ ഫെബ്രുവരി എന്ന് പറഞ്ഞ് ചൈനയെ ഒതുക്കിയിട്ട് ഈ കൺസ്യൂമർ ഗുഡ്സ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇന്ത്യ വലിയൊരു പ്രൊഡക്ഷൻ ഹബ്ബായി മാറും. പിന്നെ അമേരിക്കയ്ക്ക് വലിയ മാർക്കറ്റാണ്. റഷ്യയിലും 12 കോടി ജനങ്ങളേ ഉള്ളൂ. ഇവിടെ അതല്ല, 10, 35, 40 മിഡിൽ ക്ലാസ്സാണ്. ഇത്രയും വലിയൊരു മാർക്കറ്റ് ചൈനയിലില്ലല്ലോ. ചൈനയിൽ ഇത്രയും ഇല്ല. അപ്പോൾ മാത്രമല്ല ചൈനയുടെ പോപ്പുലേഷൻ ഇപ്പം വെറുതെ കള്ളം പറഞ്ഞ് പരുത്തിയാണെന്നാണ് 1 ബില്യണേ ഉള്ളതെന്നാണ് പറയുന്നത് ലേറ്റസ്റ്റ്. റഷ്യയും ഇന്ത്യയും പിന്നെ USA അത് സ്റ്റഡി നടത്തി. മൂന്ന് സ്റ്റഡിയിൽ ഏതോ യൂണിവേഴ്സിറ്റിയാണ് നടത്തിയത്. ഇവർ ഇങ്ങനെ പ്ലേ ഡൗൺ ചെയ്തു 1.4 എന്നൊക്കെ പറഞ്ഞ് ഇല്ല, അവർ 1 ബില്യണ് താഴെയുള്ളൂ. അപ്പോൾ അവരുടെ മാർക്കറ്റൊക്കെ ഇന്ത്യയുടെ മാർക്കറ്റിൻ്റെ അത്ര വരില്ല. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് പിന്നെ ഇത് വേണ്ടേ, സാധനം വിൽക്കണ്ടേ. ഫിലിപ്പീൻസും ഇന്ത്യക്ക് അനുകൂലം ഇപ്പൊ ആകാശ് മിസൈൽ കണ്ട് അന്തം വിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അല്ല, അത് ചൈനയ്ക്കുള്ള പണിയാണ്. ചൈനയായിട്ടുള്ള ഫിലിപ്പീൻസ് ഒക്കെ ചെറിയ ഗെയിം പ്ലേയേഴ്സാണ്. നമ്മുടെ ഇന്ത്യ പിന്നെ ലെവറേജ് കുറവാണ് ഫിലിപ്പീൻസിന് അമേരിക്കയുടെ പുറത്ത്. അവരുടെ ഒരു വലിയ അലയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മാർക്കറ്റിന് ഒരു വെല്ലുവിളി ആവുന്നുണ്ടല്ലേ അമേരിക്കക്ക് ഇപ്പോൾ? ഇന്ത്യൻ മാർക്കറ്റ് അല്ല, ഇന്ത്യയുടെ ഒരു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളെല്ലാം തന്നെ വരുന്നത് അമേരിക്കയ്ക്കൊരു അല്ല, അത് പിന്നെ അങ്ങനെ ആയല്ലേ പറ്റൂ. വേറെ നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ. അല്ലാതെ എല്ലാം മെയ്ഡ് ഇൻ അമേരിക്ക സാധനം ഇവിടെ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ മെയ്ഡ് ഇൻ റഷ്യ സാധനം ഉപയോഗിച്ചാൽ മതി. റഷ്യ എടുത്ത് പോലും ഇന്ത്യ ആത്മനിർഭർ അല്ലേ, ആത്മനിർഭർ ഭാരത് അതല്ല, അത് വെച്ചിട്ട് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യില്ല. S-400 S-500 വരെ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയില്ലേ. അങ്ങനെ എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു, അതാണ് ഇന്ത്യയുടെ ഒരു പോളിസിയാണ്. അപ്പോൾ അമേരിക്ക അത് നോക്കേണ്ട കാര്യമില്ല. അമേരിക്കയുടെ അവിടുത്തെ സാധനങ്ങൾ ജനങ്ങളൊന്നും എതിരാവാതെ എല്ലാ മെഡിസിൻ, ചില ഡ്രഗ് പിന്നെ ജനറിക് മെഡിസിൻസ് 90% ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്, അല്ലാതെ 40% എന്ന് പറയുന്നു. ഈ ജനറിക് ഡ്രഗ്സ് ഇന്ത്യയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 90%. അപ്പോൾ അതൊക്കെ കിട്ടാതായി കഴിഞ്ഞാൽ അവിടെ വൻ പ്രശ്നവും. അപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യ ആവശ്യമാണ് ഇപ്പം. അതുകൊണ്ട് ഇന്ത്യ അങ്ങ് ഒരുപാട് എതിരാക്കില്ല, അങ്ങനെ വരില്ല. ലെവറേജ് റഷ്യയുടെ അത്ര ഒരിക്കലും വരില്ലല്ലോ. നമ്മളെ അവർ ഇപ്പോൾ സ്നബ് ചെയ്യുന്നില്ല. ഫെബ്രുവരിക്ക് ശേഷം ഇങ്ങനെ ട്രംപ് ആ വെരിറ്റിഫിക്കേഷൻ്റെ ഭാഗമായി, താരിഫിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയ്ക്ക് കൂടുതൽ സാധനങ്ങൾ വിറ്റ് കാശടിക്കാൻ്റെ ഭാഗമായിട്ട് നമ്മളെ വെരട്ടി എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളെ തൊലയ്ക്കണമെന്ന് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഡീപ് സ്റ്റേറ്റ് 2025 ഫെബ്രുവരിക്ക് മുമ്പ് ബൈഡനും ഗാങ്ങും ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഹോസ്റ്റൽ ആറ്റിറ്റ്യൂഡ് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇന്ത്യയോടില്ല. വളരെ വന്ദേ മാതരം.